കോഴിക്കോട് പെരുവണ്ണാമൂഴി വനത്തിൽ ഡിജിറ്റൽ സർവേ സംഘം കുടുങ്ങിപ്പോയി. 7 പേരാണ് ഈ വനത്തിൽ കുടുങ്ങിയത്. വടകരയിലെ റവന്യൂ ഉദ്യോഗസ്ഥരായ അരുൺ, ഭരത്, പ്രശാന്ത്, അഖിൽ, പെരുവണ്ണാമൂഴിയിലെ ഫോറസ്റ്റ് വാച്ചർമാരായ രവി, ബാലൻ, ഷാരോൺ എന്നിവരാണ് ഇന്നലെ വൈകിട്ട് മുതൽ കാണാതായത്. ഇവർ സംഘങ്ങളായി പിരിഞ്ഞ് ഇവർക്കായി തിരച്ചിൽ ആരംഭിക്കും. സരീഷ് വിവരങ്ങളുമായി ചേർന്നുണ്ട്. സരീഷെ, തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ടോ? നിലവിൽ 3 സംഘങ്ങളായി തിരച്ചിൽ ആരംഭിക്കുന്നു എന്നാണ്, അതിന് പ്രാഥമിക നടപടികളിലേക്ക് പോവുകയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. 3 സംഘങ്ങളായി, അതായത് പെരുവണ്ണാമൂഴിക്ക് അപ്പുറത്തേക്ക് 3 സ്ഥലങ്ങളിൽ നിന്നും, അതായത് വയനാട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് 3 സംഘങ്ങളായി തിരിഞ്ഞ് ഇന്ന് അല്പസമയത്തിനകം തന്നെ പരിശോധന ആരംഭിക്കും. അതായത് കരിങ്കണ്ണി, കക്കയം, വയനാട് ഭാഗത്ത് നിന്ന് 3 സംഘങ്ങളായി തിരിയുകയും അവർ കാട്ടിലേക്ക് കയറുകയും ചെയ്യും എന്നാണ് മനസ്സിലാക്കുന്നത്. അതിനുള്ള പ്രാഥമിക, അതായത് ഓരോ സംഘത്തിലും വാച്ചർമാരെയും അതോടൊപ്പം തന്നെ മറ്റ് സേനാംഗങ്ങളെയും പോലീസ് ഉൾപ്പെടെയുള്ള സേനാംഗങ്ങളെയും നിയോഗിച്ചതിന് ശേഷമായിരിക്കും പ്രാഥമികമായ പരിശോധന നടത്തുക എന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്നലെയും പരിശോധന നടത്തിയിരുന്നു. പക്ഷേ ഇന്നലെ കൂടുതൽ വനത്തിനുള്ളിലേക്ക് പോകാൻ സാധിച്ചിരുന്നില്ല. കാരണം കൂടുതൽ മഴയൊക്കെ ഉണ്ടായിരുന്ന മേഖലയായതുകൊണ്ട് തന്നെ കൂടുതൽ വനത്തിനുള്ളിലേക്ക് പോകാനായിരുന്നില്ല. ഇന്നലെ രാവിലെയാണ് ഈ റവന്യൂ സംഘം ഇപ്പോൾ മുഴുവൻ സ്ഥലങ്ങളിലും, അതായത് സ്വകാര്യ വ്യക്തികളുടെ സ്ഥലത്തേക്കും അതുപോലെ തന്നെ റവന്യൂ സ്ഥലങ്ങളിലും പരിശോധന നടത്തുന്നുണ്ട്, ഡിജിറ്റൽ സർവേ നടത്തുന്നുണ്ട്. അതിന്റെ ഭാഗമായാണ് ഈ വടകര റവന്യൂ ഡിവിഷന് കീഴിലുള്ള 4 ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ പെരുവണ്ണാമൂഴി ഫോറസ്റ്റിലെ വാച്ചർമാരും 3 പേരും ചേർന്ന് 7 അംഗ സംഘമായി ഇങ്ങോട്ടേക്ക് പോയത്. അതിനുശേഷം ഇന്നലെ വൈകിട്ട് ഏതാണ്ട് ഒരു 4 മണിയോടെ ഇവരുമായി ഏറ്റവും അവസാനമായി കോൺടാക്ട് ചെയ്യാൻ സാധിച്ചിരുന്നു. ഇവർ ആ മേഖലയിൽ നിന്നും താഴേക്ക് ഇറങ്ങുകയാണ്. അതായത് ആദ്യഘട്ട പരിശോധന പൂർത്തിയാക്കി താഴേക്ക് ഇറങ്ങുകയാണ്. ക്യാമ്പിലേക്ക് അല്പസമയത്തിനകം തന്നെ തിരിച്ചെത്തും. അതായത് കരിങ്കണ്ണി ചൂതാപ്പാറയിലെ ഫോറസ്റ്റ് ക്യാമ്പിലേക്ക് അല്പസമയത്തിനകം തന്നെ തിരിച്ചെത്തും എന്ന വാക്കി ടോക്കി വഴി അറിയിച്ചിരുന്നു. പക്ഷേ പിന്നീട് വിവരമൊന്നും ലഭിച്ചില്ല. ഏതാണ്ട് ഒരു 6 മണിക്ക് ശേഷവും ഇവരെ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. ഇവരെ ബന്ധപ്പെടാൻ സാധിച്ചെങ്കിലും അവർക്ക് സാങ്കേതിക വിനിമയമൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പിന്നീട് ഇവരെ കണ്ടെത്താനുള്ള ശ്രമം ആരംഭിച്ചിരുന്നു. പ്രാഥമികമായി ഇവരെ ഏതെങ്കിലും രീതിയിൽ, അതായത് വൈകിട്ട് ഈ 3 ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും കൃത്യമായി ഈ വനമേഖലയൊക്കെ കൃത്യമായി തിരിച്ചറിയുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഇന്നലെ ഏറെ വൈകിയതിനാൽ ഏതെങ്കിലും സ്ഥലത്ത് ക്യാമ്പ് ചെയ്തിട്ടുണ്ടാകാം എന്നൊരു സംശയത്തിലാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ.